PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 23 നടക്കാനിരിക്കുന്ന എക്സാമിന് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്നും ഇൻ്റർനെറ്റ്, www, വെബ് ബ്രൗസർ ഇവയൊക്കെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇൻ്റർനെറ്റ് എന്ന് വെച്ചാൽ ഇൻ്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്. ഇതിൻ്റെ ഒരു ഷോർട്ടാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർ കണക്റ്റഡ് നെറ്റ്വർക്കിൻ്റെ ഷോർട്ട് ഫോമാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ഡെവലപ്പ് ചെയ്തത് വിൻഡ് ആൻഡ് സർഫ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻഡ് ആൻഡ് സർഫ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് വിൻഡ് ആൻഡ് സർഫ്. ഇൻ്റർനെറ്റിൻ്റെ പഴയ രൂപമാണ് അർപ്പാനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ പഴയ രൂപം അർപ്പാനെറ്റ്. അർപ്പാനെറ്റ് മീൻസ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക് ഇത് നിലവിൽ വന്നത്, ഇത് രൂപം കൊണ്ടത് 1969 നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്നറിയപ്പെടുന്നത് ഇൻ്റർനെറ്റാണ്. നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്നറിയപ്പെടുന്നത് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് രണ്ട് തരത്തിലുണ്ട്, ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും. ഇൻട്രാനെറ്റ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു ഓഫീസിനുള്ളിൽ ഉള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു കമ്പനിയിൽ മറ്റ് ബ്രാഞ്ചസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ആരംഭിച്ചത് 1995 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ആരംഭിച്ചത് 1995 ഓഗസ്റ്റ് 15. ഇത് കൊണ്ടുവന്നത് VSNL ആണ്. BSNL അല്ല, VSNL, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. ഇവരാണ് ആദ്യത്തെ ഇൻ്റർനെറ്റ് ദാതാക്കൾ. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വന്നത് 1983. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് 1983. മലയാളത്തിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് മാഗസിനാണ് പുഴ.com. മലയാളത്തിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് മാഗസിൻ പുഴ.com. ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റർനെറ്റിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇൻ്റർനെറ്റ് ഇന്ത്യയിൽ വന്നത് 1995 ഓഗസ്റ്റ് 15 VSNL ആണ് കൊണ്ടുവന്നത്, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻഡ് ആൻഡ് സർഫ്. നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നത് ഇൻ്റർനെറ്റാണ്. ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപം അർപ്പാനെറ്റ്. അർപ്പാനെറ്റ് വന്നത് 1969. അർപ്പാനെറ്റിൻ്റെ ഫുൾ ഫോം അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. രണ്ട് തരത്തിലുള്ള ഇൻ്റർനെറ്റ് ഉണ്ട്, ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വന്നത് 1983. അടുത്തത് www, വേൾഡ് വൈഡ് വെബ്. www ഡെവലപ്പ് ചെയ്തത് ടിം ബെർണേഴ്സ്-ലീ ആണ്. 1989 അദ്ദേഹം ഇത് ഡെവലപ്പ് ചെയ്തത്. www ഡെവലപ്പ് ചെയ്തത് ടിം ബെർണേഴ്സ്-ലീ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇൻ്റർനെറ്റിലൂടെ പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടുള്ള ഹൈപ്പർ ടെക്സ്റ്റുകളുടെ ഒരു കൂട്ടമാണ് ഈ www എന്ന് പറയുന്നത്. wwwയിലെ ഇൻഫർമേഷൻസ് അടങ്ങിയ പേജ് ആണ് വെബ് പേജ്. വെബ് പേജിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് HTML. വെബ് പേജ് എന്താണ്? വേൾഡ് വൈഡ് വെബിലെ ഇൻഫർമേഷൻസ് അടങ്ങിയ പേജാണ്. വെബ് പേജിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് HTML. HTMLൻ്റെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTMLൻ്റെ പിതാവും ടിം ബെർണേഴ്സ്-ലീ ആണ്. HTML ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇതും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടിം ബെർണേഴ്സ്-ലീ ആണ്. ഹൈപ്പർ ലിങ്ക് എന്ന് വെച്ചാൽ വെബ് പേജിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്കാണ്. വെബ് പേജ് എന്താണെന്ന് പറഞ്ഞു. വേൾഡ് വൈഡ് വെബിലെ wwwയിലെ ഇൻഫർമേഷൻസ് അടങ്ങിയ പേജാണ് വെബ് പേജ്. ഇത് കൊണ്ടുവന്നത് ടിം ബെർണേഴ്സ്-ലീ ആണ്. വെബ് പേജിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്കാണ് ഹൈപ്പർ ലിങ്ക്. അതായത് ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക് ജമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഹൈപ്പർ ലിങ്ക് വഴിയാണ്. വെബ് പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേജാണ് ഹോം പേജ്. വെബ് പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേജ് ഹോം പേജ്. ഹോം പേജ് എന്ന് വെച്ചാൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായി വരുന്ന പേജാണ് ഈ ഹോം പേജ് എന്ന് പറയുന്നത്. വെബ്സൈറ്റ് എന്താണ്? വെബ് പേജുകൾ കൂടിച്ചേർന്നാണ് വെബ്സൈറ്റ് ഉണ്ടാകുന്നത്. വെബ് പേജുകൾ കൂടിച്ചേർന്നാണ് വെബ്സൈറ്റ് ഉണ്ടാകുന്നത്. ഒരു വെബ് പേജിൽ നിന്നും
മറ്റൊരു വെബ് പേജിലേക്ക് മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ സർഫിംഗ് എന്നാണ് പറയുന്നത്. ഒരു വെബ് പേജിൽ നിന്നും മറ്റൊരു വെബ് പേജിലേക്ക് മൂവ് ചെയ്യുന്നതിനെ സർഫിംഗ് എന്ന് പറയുന്നു. ഒരു വെബ് പേജിൽ നിന്നും മറ്റൊരു വെബ് പേജിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? ഹൈപ്പർ ലിങ്ക് വഴിയാണ്. ഈ വെബ് പേജുകൾ കൂടിച്ചേർന്നതാണ് വെബ്സൈറ്റ്. വെബ് അഡ്രസ്സ് എന്താണ്? വെബ് പേജുകൾക്ക് കൊടുക്കുന്ന അഡ്രസ്സാണ് വെബ് അഡ്രസ്സ് എന്ന് പറയുന്നത്. വെബ് അഡ്രസ്സ് URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. വെബ് അഡ്രസ്സിനെയാണ് URL എന്ന് പറയുന്നത്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. എക്സാമ്പിൾ http://www.google.com ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൽ HTTPയുടെ ഫുൾ ഫോമാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഈ .com എന്ന് പറയുന്നത് ഡൊമൈൻ നെയിമാണ്. .com കൊമേഴ്സ്, .gov ഗവൺമെൻറ്, .org ഓർഗനൈസേഷൻ, .edu എഡ്യൂക്കേഷൻ, ഇങ്ങനെ ഡോട്ട് കൂട്ടി വരുന്നതിനെ ഡൊമൈൻ നെയിം എന്നാണ് പറയുന്നത്. ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് DNS ആണ്. ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് DNS, ഫുൾ ഫോം ഡൊമൈൻ നെയിം സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് WWWനെ കുറിച്ച് പറയാനുള്ളത്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടിം ബെർണേഴ്സ്-ലീ, വർഷം 1989. ഇതിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവയിലാണ്. ഇൻ്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കാൻ ഇൻ്റർനെറ്റിലൂടെ പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടുള്ള ഹൈപ്പർ ടെക്സ്റ്റുകളുടെ കൂട്ടത്തിനെയാണ് ഈ WWW എന്ന് പറയുന്നത്. WWWയിലെ ഇൻഫർമേഷൻ അടങ്ങിയ പേജാണ് വെബ് പേജുകൾ. ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക് അല്ലെങ്കിൽ രണ്ടിനെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഹൈപ്പർ ലിങ്കാണ്. HTML ഉപയോഗിച്ചാണ് വെബ് പേജിൽ വിവരങ്ങൾ കാണിക്കുന്നത്. HTMLൻ്റെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹോം പേജ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന പേജാണ്. വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ വെബ് പേജുകൾ കൂടി ചേർന്നതാണ്. വെബ് അഡ്രസ്സ് എന്ന് പറയുന്നത് URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. പിന്നെ നമ്മൾ പറഞ്ഞത് ഡൊമൈൻ നെയിമാണ്. എക്സാമ്പിൾ .com, .gov, .org, .edu. ഈ ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് DNS വഴിയാണ്, ഫുൾ ഫോം ഡൊമൈൻ നെയിം സിസ്റ്റം. അടുത്തത് വെബ് ബ്രൗസറാണ്. വെബ് ബ്രൗസർ എന്ന് വെച്ചാൽ വെബ് സെർവറുകളിൽ നിന്നും വെബ് പേജസ് ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ. അതായത് വെബ് പേജുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനും വെബ്സൈറ്റുകൾ സന്ദർശിക്കാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ വെബ് ബ്രൗസർ. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഗൂഗിൾ ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല ഫയർഫോക്സ്, എപ്പിക്, സീമങ്കി, സഫാരി, കപ്പേറ, നെറ്റ്സ്കേപ്പ്, നാവിഗേറ്റർ, എഡ്ജ്, മൊസൈക്ക്, ക്രോമിയം, ഐസ്വെസൽ ഇതെല്ലാം എന്താണ്? വെബ് ബ്രൗസേഴ്സാണ്. ഈ എക്സാമ്പിൾ പഠിക്കണം, കാരണം ഇതുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് സെർച്ച് എഞ്ചിൻ. വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണം ഗൂഗിൾ ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല ഫയർഫോക്സ്, എപ്പിക്, സീമങ്കി, സഫാരി, കപ്പേറ, നെറ്റ്സ്കേപ്പ്, നാവിഗേറ്റർ, എഡ്ജ്, മൊസൈക്ക്, ക്രോമിയം, ഐസ്വെസൽ. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസറാണ് എപ്പിക്. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ എപ്പിക്. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസറാണ് നെക്സസ്. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ നെക്സസ്. നെക്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടിം ബെർണേഴ്സ്-ലീ ആണ്. ടിം ബെർണേഴ്സ്-ലീ നമ്മൾ നേരത്തെ പഠിച്ചു, WWW കൊണ്ടുവന്ന ആളാണ്. ഇദ്ദേഹം തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസറായ നെക്സസിൻ്റെ ഉപജ്ഞാതാവ്. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ എപ്പിക്. ഇത് 2010 വന്നത്. ഹിഡൻ റിഫ്ലക്ഷൻ എന്ന കമ്പനിയാണ് ഈ എപ്പിക് കൊണ്ടുവന്നത്. ഇതിൻ്റെ ഈ ഒരു കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ അല്ലെങ്കിൽ ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യത്തെ വെബ് ബ്രൗസറാണ് എപ്പിക്. ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇൻബിൽറ്റ് ആൻറ്റിവൈറസ് ഫെസിലിറ്റി ഉള്ള ആദ്യത്തെ വെബ് ബ്രൗസറാണ് എപ്പിക്. ഇൻബിൽറ്റ് ആൻറ്റിവൈറസ് ഫെസിലിറ്റി ഉള്ള ആദ്യത്തെ വെബ് ബ്രൗസർ എപ്പിക്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസറാണ് സഫാരി. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസർ സഫാരി. സഫാരി ഡെവലപ്പ് ചെയ്ത കമ്പനി ആപ്പിളാണ്. വർഷം 2003. ഫസ്റ്റ് വെബ് ബ്രൗസർ നെക്സസ് ആണ് നമ്മൾ പറഞ്ഞു. ഇത് 1990 ടിം ബെർണേഴ്സ്-ലീ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗൂഗിൾ ക്രോമിനെ കുറിച്ച് 1-2 പോയിന്റ് നോക്കാം. ഇത് ഡെവലപ്പ് ആൻഡ് ഓൺഡ് ബൈ ഗൂഗിൾ കമ്പനിയാണ്. ഗൂഗിൾ കമ്പനി കൊണ്ടുവന്ന ഒരു വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസർ.
ഗൂഗിൾ ക്രോമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസർ. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബ്രൗസേഴ്സാണ് ആൻഡ്രോയിഡ് ബ്രൗസേഴ്സ്, യുസി, ബ്ലാക്ക്ബെറി, ബ്ലോസർ ഇവയെല്ലാം. മൈക്രോസോഫ്റ്റിൻ്റെ 2 വെബ് ബ്രൗസേഴ്സ് ആണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോററും എഡ്ജും. മൈക്രോസോഫ്റ്റിൻ്റെ 2 വെബ് ബ്രൗസേഴ്സ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആൻഡ് എഡ്ജ്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1995 എഡ്ജിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. വിൻഡോസ് 10 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഡിഫോൾട്ട് ബ്രൗസറാണ് എഡ്ജ്. വിൻഡോസ് 10 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഡിഫോൾട്ട് ബ്രൗസർ എഡ്ജ്. ആദ്യത്തെ ഗ്രാഫിക്കൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള വെബ് ബ്രൗസറാണ് മൊസൈക്ക്. ആദ്യത്തെ ഗ്രാഫിക്കൽ സപ്പോർട്ടീവ് ആയ വെബ് ബ്രൗസർ മൊസൈക്ക്. മൊസില്ല ഫയർഫോക്സ് എന്ന ബ്രൗസറിൻ്റെ ലോഗോയിൽ കാണപ്പെടുന്ന ജീവി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് റെഡ് പാണ്ട ആണ്. മൊസില്ല ഫയർഫോക്സ് എന്ന ബ്രൗസറിൻ്റെ ലോഗോയിൽ കാണപ്പെടുന്ന ജീവി ഏതാണ്? റെഡ് പാണ്ട. വെബ് ബ്രൗസർ എന്ന് വെച്ചാൽ വെബ് പേജുകളിൽ നിന്നും വിവരങ്ങൾ എടുക്കാനും വെബ്സൈറ്റുകൾ സന്ദർശിക്കാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ നെക്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടിം ബെർണേഴ്സ്-ലീ. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ എപ്പിക് 2010 കൊണ്ടുവന്നത് കമ്പനി ഹിഡൻ റിഫ്ലക്ഷൻ. ഏറ്റവും യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. ഇത് ഗൂഗിൾ കമ്പനിയുടേതാണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസറാണ് സഫാരി. 2003 ആപ്പിൾ ഡെവലപ്പ് ചെയ്തതാണ് സഫാരി. ഇത്രയും കാര്യങ്ങളാണ് വെബ് ബ്രൗസറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രത്യേകിച്ചും ഒരു പർപ്പസ് ഇല്ലാതെ ഒരുപാട് വെബ് പേജസ് വിസിറ്റ് ചെയ്യുന്നതിനെ ബ്രൗസിംഗ് എന്ന് പറയുന്നു. ബ്രൗസിംഗ് എന്നാൽ ദ പ്രോസസ് ഓഫ് വിസിറ്റിംഗ് നമ്പർ ഓഫ് വെബ് പേജസ് ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം വിത്തൗട്ട് എനി സ്പെഷ്യൽ പർപ്പസ്. അടുത്തത് സെർച്ച് എൻജിൻ. ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റുകളാണ് സെർച്ച് എൻജിൻ. ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റുകളാണ് സെർച്ച് എൻജിൻ. സെർച്ച് എൻജിൻസിന് എക്സാമ്പിൾസാണ് ഗൂഗിൾ, യാഹൂ, ബിങ്, അൾട്ടാവിസ്റ്റ, ask.com, ആർച്ചി, ഗുരുജി എക്സെട്ര. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എൻജിനാണ് ആർച്ചി. 1990 ഇത് വന്നത്. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എൻജിൻ ആർച്ചി. ഇന്ത്യയുടെ ആദ്യത്തെ സെർച്ച് എൻജിനാണ് ഗുരുജി. ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യത്തെ സെർച്ച് എൻജിൻ ഗുരുജി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സെർച്ച് എൻജിൻ ഗൂഗിൾ. നേരത്തെ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സെർച്ച് എൻജിൻ ഗൂഗിൾ. മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ച് എൻജിനാണ് ബിങ്. മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ച് എൻജിൻ ബിങ്. ആപ്പിൾ കമ്പനിയുടെ സെർച്ച് എൻജിനാണ് സ്പോട്ട്ലൈറ്റ്. ഒന്നുകൂടി പറയാം. സെർച്ച് എൻജിൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റുകളാണ് ഗൂഗിൾ, യാഹൂ, ബിങ്, അൾട്രാ വിസ്റ്റ, ask.com, ആർച്ചി, ഗുരുജി മുതലായവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെർച്ച് എൻജിനാണ് ഗുരുജി. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എൻജിനാണ് ആർച്ചി. ആർച്ചി വന്നത് 1990 ലോകത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സെർച്ച് എൻജിനാണ് ഗൂഗിൾ. മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ച് എൻജിൻ ബിങ് ആണ്. ആപ്പിൾ കമ്പനിയുടെ സെർച്ച് എൻജിനാണ് സ്പോട്ട്ലൈറ്റ്. അടുത്തത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ഫോർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന് വേണ്ടി കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പ്രധാനമായും 3 തരത്തിലാണുള്ളത്: ലാൻ, വാൻ, മാൻ. ലാൻ മീൻസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിനുള്ളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് ലാൻ എന്ന് പറയുന്നത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. മാൻ എന്ന് വെച്ചാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഒരു സിറ്റിയിലെ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ മാൻ എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് കേബിൾ ടി വി. അടുത്തത് വാൻ. വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. അത് രാജ്യങ്ങൾ തമ്മിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഈ വാൻ ഉപയോഗിക്കുന്നത്. വാൻ മീൻസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇതിന് ഉദാഹരണം ഇൻ്റർനെറ്റാണ്. വേറൊരെണ്ണമാണ് പാൻ എന്ന് പറയുന്നത്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഇത് പേഴ്സണൽ ഡിവൈസസ് അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പാൻ എന്ന് പറയുന്നത്.
സ്മോളസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കാണ് പാൻ. സ്മോളസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഈസ് പാൻ. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ്. പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. ലാൻ, മാൻ, വാൻ. ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. പാൻ എന്ന് പറയുന്നത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്. അത് പേഴ്സണൽ ഡിവൈസസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കാണ്. ദിസ് ഈസ് എ സ്മോളസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, www, സെർച്ച് എൻജിൻ, വെബ് ബ്രൗസേഴ്സ് മുതലായവയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്